ദൗത്യം ഇപ്പോൾ നടന്നിരിക്കുന്നു. വിക്ഷേപണം ഇന്നലെ കഴിഞ്ഞ ദൗത്യം ഇന്ന് ഡോക്കിംഗ് നടന്നിരിക്കുന്നു. അവർ സുരക്ഷിതമായി അവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഒരുപാടധികമുള്ള ഇന്ത്യയുടെ ഒരു കാത്തിരിപ്പിന്, ഒരുപാട് കാലമായിട്ടുള്ള ഒരു കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. ദൗത്യ സംഘം അവിടെ സുരക്ഷിതമായി എത്തിയിരിക്കുന്നു. കാർത്തു, അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഇന്ത്യയെ കാത്തിരുന്ന ചരിത്ര നിമിഷത്തിനാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ആക്സിയം 4 ദൗത്യം ഇപ്പോൾ നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഡോക്കിംഗ് പൂർത്തിയാക്കി 14 ദിവസത്തെ ബഹിരാകാശ ഇതിനായി ഇപ്പോൾ ശുഭാംശു ശുക്ലയും സംഘവും ബഹിരാകാശ നിലയത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ചരിത്ര നിമിഷത്തിനാണ് ഇപ്പോൾ സാക്ഷിയായിരിക്കുന്നത്. 41 വർഷത്തിന് ശേഷം ഇന്ത്യക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ നിലയത്തിൽ എത്തുന്നു എന്നതും ഏറെ പ്രത്യേകത നിറഞ്ഞ കാര്യം തന്നെയാണ്. ഏറ്റവും വലിയ പ്രത്യേകതയും ഇത് തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നിമിഷത്തിലാണ് ഇപ്പോൾ രാജ്യമുള്ളത്. വിജിത, ആക്സിയം 4 ദൗത്യം ഇപ്പോൾ പൂർണ്ണതയിലെത്തിയിരിക്കുകയാണ്. ഏറ്റവും നിർണായക ഘട്ടത്തിലാണ്. ബഹിരാകാശ നിലയത്തിൽ ഇപ്പോൾ ആക്സൺ 4 പേടകം ഡോക്കിംഗ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. വിവരങ്ങൾ ഇനി എന്തെല്ലാമാണ് കൂടുതൽ പുറത്തു വരുന്നത്? കാർത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 41 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയിരിക്കുന്നു. 1984 രാകേഷ് ശർമ്മ ബഹിരാകാശ നിലയത്തിൽ എത്തുന്നത്. അതിനുശേഷം കൽപ്പന ചൗളയും സുനിത വില്യംസും എല്ലാം ISSലേക്ക് എത്തിയിരുന്നെങ്കിൽ പോലും അവരാരും ഇന്ത്യൻ വംശജരായിരുന്നില്ല. ഇന്ത്യൻ വംശജരായിരുന്നെങ്കിലും ഇന്ത്യൻ പൗരരായിരുന്നില്ല. അങ്ങനെ 41 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പൗരൻ ബഹിരാകാശ നിലയത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷമാണ് 2025 അങ്ങനെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. ശുഭാംശു ശുക്ലയും സംഘവും ബഹിരാകാശ നിലയത്തിൽ എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത്. എന്തായാലും നേരത്തെ അറിയിച്ചിരുന്നത് പ്രകാരം 4:30 ഡോക്കിംഗ് നടക്കുമെന്നായിരുന്നു. എന്നാൽ വളരെ നേരത്തെ തന്നെ ഡോക്കിംഗ് നടന്നിരിക്കുന്നു. ഏകദേശം 28 മണിക്കൂറോളം ഉള്ള ഒരു യാത്രയ്ക്ക് ശേഷം ശുഭാംശു ശുക്ലയും സംഘവും ബഹിരാകാശ നിലയത്തിൽ എത്തിയിരിക്കുന്നു. ഇനി ഏകദേശം ഒരു 14 ദിവസത്തോളം 2 ആഴ്ചയോളം സംഘം ബഹിരാകാശ നിലയത്തിൽ തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു 2 ആഴ്ചയിൽ ഒരുപാടധികം പരീക്ഷണങ്ങൾ സംഘം ബഹിരാകാശ നിലയത്തിൽ നടത്തും എന്നുള്ള ഒരു കാര്യം കൂടി അറിയുന്നു. ശാസ്ത്ര ഗവേഷണം, ആശയവിനിമയം, വാണിജ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ സംഘം ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതോടൊപ്പം തന്നെ മൈക്രോ ഗ്രാവിറ്റിയിൽ 60ഓളം പരീക്ഷണങ്ങൾ ചെയ്യാനുമുള്ള തീരുമാനമുണ്ട്. ഇങ്ങനെ ഒരുപാടധികം പരീക്ഷണങ്ങൾ ഇന്ത്യയും ഹംഗറിയും പോളണ്ടും എല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. ബഹിരാകാശ രംഗത്തെ ഒരുപാടധികം കൂടുതൽ കാര്യങ്ങളെല്ലാം സംഘത്തിന് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് എല്ലാ രാജ്യങ്ങളും പ്രതീക്ഷിക്കുന്നതും. അതോടൊപ്പം തന്നെ 4 തവണ ISSൽ എത്തിയിട്ടുള്ള പെഗി വിറ്റ്സൺ ആണ് ഈ ഒരു ആക്സിയം 4ന്റെ കമാൻഡർ എന്ന് പറയുന്നത്. പോളണ്ടുകാരനായിട്ടുള്ള സ്റ്റാവോസും ഹംഗറിയിൽ നിന്നുള്ള തിബോർ കാബുവും എല്ലാം ഈ ഒരു ശുഭാംശു ശുക്ലയ്ക്ക് ഒപ്പം തന്നെ ഈ ഒരു യാത്രയിൽ അല്ലെങ്കിൽ ഈ സംഘത്തിൽ കൂടെയുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം ശുഭാംശു ശുക്ല ഇന്ത്യയിൽ നിന്നും 2ാമത് ബഹിരാകാശത്തേക്ക് എത്തുന്ന ബഹിരാകാശ യാത്രികനാണ്. അതോടൊപ്പം തന്നെ തിബോർ കാവും സ്റ്റാവോസും എല്ലാം തന്നെ അതത് രാജ്യങ്ങളിൽ നിന്ന് 2ാമതായി ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്ന അതത് രാജ്യങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികരാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ ഒരുപാടധികം പ്രതീക്ഷയോടെ തന്നെയാണ് ആക്സിയം 4 ദൗത്യത്തെ നോക്കിക്കാണുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്കറിയാം, കഴിഞ്ഞ ആദ്യം ഈ ഒരു ദൗത്യം നടത്താൻ തീരുമാനിച്ചിരുന്നത് മെയ് 29-നാണ്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് കാരണങ്ങളാൽ പലതവണ ഈ ഒരു ദൗത്യം നടക്കാതെ വരുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥയും അതുപോലെ തന്നെ സാങ്കേതിക തടസ്സങ്ങളും എല്ലാം കാരണം 6 തവണയോളം മാറ്റിവെക്കപ്പെട്ട ഒരു ദൗത്യമാണ് ഇന്നലെ കൃത്യം ഇന്ത്യൻ സമയം 12:01 കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപണം നടത്തിയത് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അങ്ങനെ 6 തവണത്തെ എല്ലാ തടസ്സങ്ങൾക്കും, സാങ്കേതിക തടസ്സങ്ങൾക്കെല്ലാം ശേഷം ഇന്നലെ വിക്ഷേപണം നടത്തിയ ആക്സിയം 4 ദൗത്യം ഇപ്പോൾ അതിന്റെ പൂർണ്ണതയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഡോക്കിംഗ് നടന്നിരിക്കുന്നു. സുരക്ഷിതമായി അവർ ബഹിരാകാശ നിലയത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. മെയ് 29-ന് ലിഫ്റ്റ് ഓഫ് ചെയ്യാനിരുന്ന ഈ ഒരു പദ്ധതി സാങ്കേതിക പ്രശ്നങ്ങളും കാലാവസ്ഥയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ചോർച്ചയും എല്ലാം കാരണം ആവർത്തിച്ച് വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് ജൂൺ 8-ലേക്കും പിന്നീട് ജൂൺ 10-നും 11-ലേക്കും എല്ലാം മാറ്റിവെക്കുകയുണ്ടായി. ആ ഒരു സമയത്താണ് ഫാൽക്കൺ 9 റോക്കറ്റിന്റെ ബൂസ്റ്ററുകളിലെല്ലാം തന്നെ ദ്രാവക ഇന്ധന ചോർച്ച എഞ്ചിനീയർമാർ കണ്ടെത്തുകയുണ്ടായത്.
അതുകൊണ്ട് തന്നെ പിന്നീട് അത് ജൂൺ 19-നും 22-ലേക്കും വിക്ഷേപണം ആസൂത്രണം ചെയ്തു. എന്നാൽ 22-ലും ഈ ഒരു